അല്ല, ഈ പിണറായി വിജയൻ എന്ത് കൊടുത്തു നമ്മുടെ വയനാട്ടിലെ പാവപ്പെട്ടവർക്ക്? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആൽവരാതി ഇപ്പൊ എന്താ? ഇവിടെ കിട്ടിയില്ല, വേറെ പലയിടത്ത് കൊടുത്തു എന്നല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. എന്തേ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തു? തമിഴ്നാട്ടുകാരൻ അതിനാവശ്യമായ രേഖകളും റിപ്പോർട്ടുകളും കടലാസുകളും കൊടുത്തു എന്നൊക്കെ പറയണ്. എന്താ വിശ്വാസമാവില്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ തുടർച്ചയായി അങ്ങോട്ട് ചോദിക്കുന്നത്, ദുരന്തമുണ്ടായി 1-2 ദിവസത്തിനുള്ളിൽ 24 മണിക്കൂർ തികയുന്നതിന് മുൻപൊക്കെ പ്രാഥമികമായ സഹായം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് സിക്കിമിലടക്കം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകാത്തത് എന്നാണ് ചോദിച്ചത്. ഉത്തരം പറ. അത് അതൊന്നും എനിക്കറിയാൻ മേല. അവിടെ റീഹാബിറ്റേഷൻ നടക്കണം, വീട് നിർമ്മിക്കണം, ടൗൺഷിപ്പ് ഉണ്ടാക്കണം. അതിന് അത്യാവശ്യമായിട്ട് സ്ഥലം വേണ്ടേ? സ്ഥലം കിട്ടിയോ? സ്ഥലം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. മനുഷ്യരായ മുഴുവൻ മലയാളികൾക്കും പൊള്ളില്ലേ? ഇത്രയധികം വലിയ ദുരന്തമുണ്ടായി, ഇത്ര നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ഇത്ര ആളുകൾ വീട് നഷ്ടപ്പെട്ടു. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ ചോദിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരൂപം മാത്രവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ഏതെങ്കിലും RSSകാരന്റെ തറവാട്ട് സ്വത്തിന്റെ വിഹിതമല്ല. എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും നികുതിയുടെ അർഹതയുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ആ ചോദ്യം ഉന്നയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് MP ഉണ്ടാകുമ്പോൾ കൈ കാട്ടി കോക്കറി കാണിക്കാൻ MP ഇവിടെ നിന്ന് ആരും പോയിട്ടും കാര്യമില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. A few moments later. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ഇതിന് താമസിച്ചു എന്ന് പറയുന്നത് 3.5 മാസം, കൃത്യമായി ഷായുടെ കത്തിലടക്കം പറയുന്നത് 3.5 മാസം താമസിച്ചു എന്നുള്ളതാണല്ലോ. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഈ PDN വിശദമായ PDNയാണ് നവംബറിൽ കൊടുത്തു എന്ന് പറയുന്നത്. അത് 3 മാസം എടുത്താണ് എല്ലാ സർക്കാരുകളും കൊടുക്കാറുള്ളത്. ത്രിപുര അടക്കം സിക്കിം അടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. PDN വിശദമായ PDNയാണ് നവംബറിൽ കൊടുത്തു എന്ന് പറയുന്നത്. അത് 3 മാസം എടുത്താണ് എല്ലാ സർക്കാരുകളും കൊടുക്കാറുള്ളത്. ത്രിപുര അടക്കം സിക്കിം അടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെയൊക്കെ പോയി ഈ പറയുന്ന IMCTയുടെ അടക്കം സന്ദർശനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ 10-200 10-300 കോടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയാൻ പോയപ്പോഴാണ് നിങ്ങൾ എന്റെ വായെ കയറിയത്. ഞാൻ എവിടെ കയറിയിട്ടില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എനിക്ക് മനസ്സിലാവാത്തത് മാധുവിന് എന്തിനാ ഇങ്ങനെ പൊള്ളുന്നതെന്നാ. ഞാൻ ചൂണ്ടിക്കാണിച്ച എന്താണ് ഈ നിങ്ങൾക്ക് എന്താണ് പൊള്ളാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ 100